നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പല പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അദ്ദേഹം യുഎസിലേക്ക് പോയതിനു ശേഷം തന്നെ എന്തായിരിക്കും അമേരിക്കൻ നിലപാടുകൾ, എന്തൊക്കെയായിരിക്കും ഇന്ത്യയുമായി ഉണ്ടാകാൻ പോകുന്ന ചർച്ചകൾ, കരാറുകൾ തുടങ്ങിയ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളും ഏറെ ഉറ്റുനോക്കുകയായിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് പല പ്രഖ്യാപനങ്ങളും ഇപ്പോൾ യുഎസ് നടത്തിയിരിക്കുന്നത്. യുഎസ് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുന്ന പ്രഖ്യാപനം, അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി പ്രധാനപ്പെട്ട വിവാദങ്ങൾക്കിടെയായിരുന്നു സുപ്രധാനമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. എന്നാൽ ഇതൊന്നും ട്രംപ് മോദി ചർച്ചകളെ ബാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന് ട്രംപ് നിലപാടെടുത്തു. ട്രംപിന്റെ രണ്ടാം വരവിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമേരിക്കയിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയെ വളരെ പ്രതീക്ഷയോടെയാണ് ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കിയത്. കുടിയേറ്റ പ്രശ്നം, വ്യാപാര പ്രതിരോധ കരാറുകൾ എന്നിവയെല്ലാം പ്രധാന ചർച്ചയായെങ്കിലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യക്ക് F-35 യുദ്ധവിമാനം വിൽക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ്. ഇതോടെ പ്രതിരോധ മേഖലയിൽ നിർണായക സഹകരണത്തിന് കൂടിയുള്ള വഴിയായി മോദി ട്രംപ് കൂടിക്കാഴ്ച മാറുകയും ചെയ്തു. എന്താണ് ട്രംപ് മോദിക്ക് വാഗ്ദാനം ചെയ്ത F-35 യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതയെന്ന് നോക്കാം. ഈ വർഷം മുതൽ ഇന്ത്യയുമായുള്ള യുദ്ധോപകരണ ഇടപാട് വർദ്ധിപ്പിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് F-35 വിൽക്കുന്ന കാര്യം ട്രംപ് ഇരു നേതാക്കളുടെയും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ലോകത്ത് ഇന്നുള്ള ഇതിലെ ഏറ്റവും മികച്ച അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് അമേരിക്കയുടെ F-35. അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ ഈ യുദ്ധവിമാനം ഇന്ന് സഖ്യകക്ഷികളും ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയുടെ F-35ഉം റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ Su-57ഉം ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ യലഹങ്ക വ്യോമതാവളത്തിൽ നടന്ന എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ പങ്കെടുത്തിരുന്നു. 3 വേരിയന്റുകളിലാണ് F-35 യുദ്ധവിമാനമുള്ളത്. F-35A ആണ് ആദ്യത്തേത്. ഇത് പരമ്പരാഗത രീതിയിലുള്ള നീളമേറിയ റൺവേയിൽ നിന്ന് പറന്നുയരുന്നവയും ഇറങ്ങുന്നവയുമാണ്. അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ F-35Aക്ക് $80 ദശലക്ഷം വില. രണ്ടാമത്തേത് F-35B. ദൈർഘ്യം കുറഞ്ഞ റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്നതും കുത്തനെ ഇറങ്ങാൻ കഴിയുന്നതുമാണ് F-35B. $115 ദശലക്ഷം ഇതിന്റെ വില. F-35C ആണ് മൂന്നാമത്തേത്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് F-35C. അമേരിക്കൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരിയർ യുദ്ധവിമാനമായ F-35Cക്ക് സെൻസർ സംവിധാനത്തോടെ ശത്രുക്കളുടെ നീക്കം അറിയാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള കഴിവടക്കം നിരവധി പ്രത്യേകതകളുണ്ട്. $110 ദശലക്ഷം വില. യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകൾക്ക് പുറമെ ഇവയുടെ പരിപാലനത്തിനും ചിലവ് ഏറെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ സാമ്പത്തിക ചിലവ് വർദ്ധിപ്പിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട്. അമേരിക്ക മാത്രം ഉപയോഗിക്കുന്നതല്ല F-35 യുദ്ധവിമാനങ്ങൾ. ഓസ്ട്രേലിയയ്ക്ക് 72 വിമാനങ്ങളുണ്ട്. ബ്രിട്ടനും ഇറ്റലി, നോർവേയുമല്ല തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിലേക്ക് F-35നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിന്റെ വാഗ്ദാനം ഇന്ത്യ സ്വീകരിക്കുകയാണെങ്കിൽ F-35 സ്വന്തമാക്കുന്ന നാറ്റോയ്ക്ക് പുറത്തുള്ള ആദ്യ രാജ്യമായി ഇന്ത്യ മാറും. ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന റാഫേലിനൊപ്പം F-35 കൂടെ എത്തുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഏതായാലും ശത്രുക്കളെ അങ്ങ് അടിച്ചു തുടങ്ങിക്കോ എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്. പാകിസ്ഥാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക്, അതായത് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കുന്നത് കൂടിയാണ്. ഏതായാലും വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്നും ഇന്ത്യ അമേരിക്കയും ഇരട്ടി വേഗത്തിൽ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമെന്നും മോദി പറഞ്ഞു. ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം തവണയും അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ട്രംപുമായി ഔദ്യോഗിക ചർച്ചയ്ക്ക് എത്തുന്ന ആദ്യ രാഷ്ട്ര നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി. നേരത്തെ പ്രധാനമന്ത്രി ശതകോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനം
തീരുമാനമായിട്ടുണ്ട്. കൂടാതെ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ ഓയിലും ഗ്യാസും ഇറക്കുമതി ചെയ്യാനുള്ള കരാറും യാഥാർത്ഥ്യമാകും. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിനുമായി ചേർന്ന് ഇരു രാജ്യങ്ങളും മെഗാ പാർട്ട്ണർഷിപ്പിന് കളമൊരുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷം, മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനം എന്നിവയിലും US-ന് പങ്കുണ്ടെന്ന ആരോപണം ട്രംപ് തള്ളി. ബംഗ്ലാദേശെ ഞാൻ പ്രധാനമന്ത്രി മോദിക്ക് വിട്ടു നൽകുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അമേരിക്കയിൽ അനധികൃതമായി കഴിയുന്നുവെന്ന് കണ്ടെത്തി തിരിച്ചയച്ച ഇന്ത്യൻ പൗരന്മാരെ തിരികെ സ്വീകരിക്കാൻ ഇന്ത്യ പൂർണ്ണമായും സജ്ജമായിരുന്നെന്നും മോദി, മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്.